കാലത്തിലാണ് 22, 23 ഈ വയസ്സുകളിൽ. പിന്നെയും എത്രയോ കാലം ജീവിതത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നീണ്ടു പരന്നു കിടക്കുകയാണ്. പക്ഷേ ഈ 3 ചെറുപ്പക്കാർ മുട്ടുചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് മരിച്ചു വീഴുന്നത്, ആ ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് അന്ന് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത് 10,000-കണക്കിന് മനുഷ്യരാണ്. അന്ന് വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഗ്രൂപ്പില്ല, വാട്സപ്പ് ഗ്രൂപ്പില്ല. ഇതൊന്നും അറിയിക്കാൻ എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ വന്നവരെല്ലാം സ്വന്തം ബൈക്കുകളിൽ വന്നവരായിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ട് എത്രയോ വികസിച്ചു. ഭഗത് സിംഗ് രക്തസാക്ഷിത്വം വരിക്കുന്ന കാലത്ത് ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വത്തിൽ പ്രതിഷേധിക്കാൻ അന്ന് വരെ ഓർഗനൈസ്ഡ് ആയ ഒരു യുവജന സംഘടനയും ആഹ്വാനം ചെയ്തതല്ല. അൺഓർഗനൈസ്ഡ് ആയ കുറെ ചെറുപ്പക്കാർ ചേർന്ന് ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വത്തിൽ പ്രതിഷേധിക്കാൻ വരൂ ഇതിലേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ആഹ്വാനം കേട്ടവരിൽ നിന്ന് പിന്നെയും കേട്ട്, നാട്ടിട വഴികളിൽ കേട്ടവരിൽ നിന്ന് കേട്ട് അതൊരു ഇടിമുഴക്കമായി മാറിയത് ഭഗത് സിംഗ് മരിക്കുന്നില്ലെന്ന മുദ്രാവാക്യവുമായി ഈ തിരുവനന്തപുരം നഗരമധ്യത്തിൽ പട്ടണത്തിലേക്ക് പാഞ്ഞെടുത്തത് 10,000-കണക്കിന് ചെറുപ്പക്കാരെന്ന് ചരിത്രം. ആ പ്രകടനത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരിലെ ഒരു വിഭാഗം പേരാണ് ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തിരുവിതാംകൂറിലും ഒരു യുവജന പ്രസ്ഥാനം ആവശ്യമാണെന്ന് തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്റെ പിൻബലത്തിലാണ് പിന്നീട് തൊട്ടടുത്ത മാസങ്ങളിൽ ബാലരാമപുരത്ത് യോഗം ചേർന്ന് കേരളത്തിന്റെ തിരുവിതാംകൂറിലെ ആദ്യത്തെ യുവജന പ്രസ്ഥാനത്തിന്, ലക്ഷണമൊത്തൊരു യുവജന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് യുവജന സംഘടനയുടെ പേര് തിരുവിതാംകൂർ യൂത്ത് ലീഗ് എന്നാണ്. എങ്ങനെയായിരുന്നു ഭഗത് സിംഗ് ഈ കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്തെ, ഇന്നത്തെ സംസ്ഥാനത്തെ, അന്നത്തെ ഒരു ചെറിയ ഭൂപ്രദേശത്തെ ചെറുപ്പത്തെയും ഒരു സംഘടനയിലേക്കും എങ്ങനെയെല്ലാം ആളിപ്പടർന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഭഗത് സിംഗ് രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ 23 വയസ്സാണ്. രാജ്ഗുരുവിനും സുഖദേവനും 23, 22 വയസ്സിലാണ്. 26-ാമത്തെ വയസ്സിലാണ് പ്രിയങ്കരനായ വക്കം അബ്ദുൽ ഖാദർ രക്തസാക്ഷിത്വം വരിക്കുന്നത്. മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ട്, ഈ തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ ഗ്രാമമായ വക്കം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്ത മഹാനായ മനുഷ്യനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. 26-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിത്വം വരിക്കുന്നത്. വക്കം അബ്ദുൽ ഖാദർ പ്രത്യേകമായി ഇന്ന് പരാമർശിക്കപ്പെടേണ്ട പേരാണ്. മദ്രാസ് സെന്റ് ജോർജ് ഫോർട്ടിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ കൊണ്ടു നിർത്തുമ്പോഴുള്ള നാടകീയമായ രംഗമുണ്ട്. INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ എന്ന പുസ്തകം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ അവസാനത്തെ പേജുകളിൽ വക്കം അബ്ദുൽ ഖാദർ വക്കത്തുള്ള സ്വന്തം വാപ്പാക്കെഴുതിയ അവസാനത്തെ കത്തുണ്ട്. ആ കത്ത് കൊടുത്തുവിട്ടയാൾ ഈ അടുത്ത കാലം വരെ നമുക്കരികിൽ ജീവിച്ചിരുന്നയാളാണ്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. കഠിനംകുളത്ത് ജീവിച്ചിരുന്നയാളാണ്, കഠിനംകുളം പ്രദേശത്ത് ജീവിച്ചിരുന്നയാളാണ്, കണിയാപുരത്തിനടുത്ത്. ബോണിഫേസ് ബി പെരേര 5 പേരെയാണ് പിടിച്ചത്. 5 പേരെ INA-യിൽ ചേർന്നവരാണ്, INA ഭടന്മാരായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ ആഹ്വാനത്തിന് ഇവിടെ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ മകൻ വഴിതെറ്റിപ്പോകേണ്ടതില്ലെന്ന് കരുതി വക്കം അബ്ദുൽ ഖാദറിന്റെ രക്ഷകർത്താവ് മകനെ മലയയിലേക്ക് പറഞ്ഞുവിടുകയാണ്. മലയയിലേക്ക് പ്രവാസ ജീവിതത്തിന് പോയി അദ്ദേഹം അവിടെ ചെന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ INA-യിൽ അംഗമായി, അദ്ദേഹത്തിന്റെ ചാവേർ സംഘത്തിൽ അംഗമായി, ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നയിക്കാൻ അന്തർവാഹിനി കപ്പലിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത്, ആ യാത്രയിൽ ആ പരിപാടി, ആ പ്ലാൻ തന്നെ പരാജയപ്പെട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചു, ജയിലിലായി. മദ്രാസ് സെന്റ് ജോർജ് ഫോർട്ടിൽ അടയ്ക്കപ്പെട്ടത് 5 പേരാണ്. ഔജാ സിംഗ്, ബർദാൻ, അനന്തൻ നായർ എന്ന തലശ്ശേരിക്കാരൻ, വക്കം അബ്ദുൽ ഖാദർ, ഞാൻ നേരത്തെ പറഞ്ഞ ബോണിഫേസ് ബി പെരേര, 5 പേരെയും തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. അതിൽ ബോണിഫേസ് ബി പെരേരയുടെ ഒരു സാങ്കേതിക കാരണത്താൽ മാത്രമാണ് ബോണിഫേസ് ബി പെരേര അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അത് ഹൈക്കോർട്ടാണ് അദ്ദേഹത്തെ വധശിക്ഷ ഒഴിവാക്കി അദ്ദേഹത്തെ ജയിലിനകത്തിരുന്നത്. ബാക്കി 4 പേരെയും തൂക്കിലേറ്റുന്നു. ഈ ബോണിഫേസ് ബി പെരേരയുടെ കൈ വഴിയാണ് ഈ കത്ത് പുറത്തേക്ക് വരുന്നത്. കത്തിപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കത്തിന്റെ ഒടുവിലത്തെ വരി മരിക്കുന്നതിന് തൊട്ടും എഴുതിയ കത്താണെന്ന് ഓർമ്മ വേണം. 26-ാമത്തെ വയസ്സിൽ മരണത്തോട് അടുത്ത് യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, ജീവിതത്തിൽ എന്തെല്ലാം ബാക്കിയുണ്ട്. പക്ഷേ മരണത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന, യൗവനത്തിന്റെ തീഷ്ണ വസന്തത്തിന്റെ നടുവിൽ നിൽക്കുന്ന വക്കം അബ്ദുൽ ഖാദർ തൊട്ടു മുൻപിൽ മരണമാണെന്ന് തിരിച്ചറിയുന്നു. ആ കത്തിലുണ്ട്, വാപ്പ ഞാൻ മരിക്കുന്ന വിവരം വാപ്പ അറിയണമെന്നില്ല, നാളെ എന്നെങ്കിലും ഒരിക്കലായിരിക്കും അറിയുക, വാപ്പ വിശ്രമിക്കരുത്. ഞാൻ ജയിലിലായ വിവരമോ എന്നെ തൂക്കിലെറ്റുന്നതോ വാപ്പ അറിയണമെന്നില്ല.
പക്ഷേ എന്നെ തൂക്കിലേറ്റി കഴിയുമ്പോൾ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ, ഞാനും എന്റെ ചങ്ങാതിമാരായ മറ്റ് 3 പേരും, മൊത്തം 4 പേർ, ഞങ്ങളിതാ മണിക്കൂറുകൾ കഴിയുമ്പോൾ കൊലക്കേറിലേക്ക് പോവുകയാണ്. ആ കത്ത് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഇതാ ഞാൻ കത്തെഴുത്ത് നിർത്തുകയാണ്, ഇനി എനിക്ക് എഴുതാനാകില്ല. ഒരു കാൽപ്പരുമാറ്റം കേൾക്കുന്നു. എന്നെ കൊലക്കേറിലേക്ക് കൊണ്ടുപോകാനുള്ള ജയിൽ ഉദ്യോഗസ്ഥന്റെ വരവാണതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ കത്ത് അവസാനിപ്പിക്കട്ടെ.